കറുപ്പ് നമ്മുടെ സൂര്യനായകനാക്കി RJ ബാലാജി ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ പടം. നിലവിൽ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളാണ് നടന്നു വരുന്നത്. 2 ദിവസം മുമ്പ് പടത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് കൂടി ഒഫീഷ്യലായി പുറത്തുവിട്ടിട്ടുണ്ട്. പടത്തിന്റെ ടീസർ, കറുപ്പ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ അടുത്ത മാസം 23-ന് സൂര്യയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി പുറത്തുവിടും. എന്തായാലും ആ ടീസറിലൂടെ കറുപ്പ് സിനിമ എന്താണെന്ന് കുറെ കൂടെ ക്ലിയർ ആവും. ഇപ്പോഴീ പടം ഇങ്ങനെ അണഞ്ഞു കിടക്കാനുള്ള ഒരു കാരണം ഭക്തിപ്പടം എന്ന ലേബലിൽ നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരു ഭക്തിമയമൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു പക്ക കമേഴ്ഷ്യൽ പടമാണ്. അടിക്കേണ്ടടുത്ത് കറക്റ്റായിട്ട് അടി വീണ കത്തിക്കയറാൻ ഒരു കമേഴ്ഷ്യൽ പടം തന്നെ ധാരാളം. എന്തായാലും ഇതിന്റെ ഒരു ഏകദേശ രൂപം നമുക്ക് ജൂലൈ 23 ടീസർ വരും പറയാം. പറഞ്ഞെടുത്തോളം എന്റെ പ്ലോട്ടൊക്കെ ഭയങ്കര നൈസാ. എന്തായാലും ജൂലൈ 23-ന് കറക്റ്റായിട്ട് അറിയാം. ഇനി അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാതെ ഒരു ഗുമ്മില്ലെന്ന്. എനിക്കറിയാം, ഒരു ഗുമ്മും ഇല്ല. പക്ഷെ നമ്മുടെ പഴയ ചാനൽ അടിച്ചു പോയത് ഈ കോപ്പിറൈറ്റ് പ്രശ്നം കാരണമാണ്. അപ്പോൾ നമ്മുടെ പുതിയ ചാനൽ മോണിറ്റൈസേഷൻ കഴിയുന്നവരെ കുറച്ച് വീഡിയോ ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രാക്കിൽ വരാം. ഒരു 2-3 വീഡിയോ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ദൃശ്യം 3 മലയാളത്തിലെ ക്ലാസിക് ത്രില്ലർ ദൃശ്യത്തിന്റെ 3ാം ഭാഗം ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു. 2 ദിവസം മുമ്പ് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും അവർ പടത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തുവിട്ടിരുന്നു. ദൃശ്യം 3 ഒക്ടോബറിൽ ആരംഭിക്കും. അടുത്ത അപ്ഡേറ്റ് ഈ ദൃശ്യം ഫ്രാഞ്ചൈസിന്റെ ഭാഗത്തു നിന്നാണ്. മലയാളത്തിലെ ഒറിജിനൽ ദൃശ്യം അനൗൺസ് ചെയ്തതിന് മുമ്പേ തന്നെ അജയ് ദേവ്ഗണിന്റെ ബോളിവുഡ് വേർഷൻ അനൗൺസ് ചെയ്തിരുന്നു. അത് മാത്രമല്ല, മലയാളത്തിലെ ദൃശ്യം 3ക്ക് മുമ്പ് പുതിയ കഥയിൽ ദൃശ്യം 3 ഹിന്ദിയിൽ റിലീസ് ആവുന്ന തരത്തിൽ അപ്ഡേറ്റ് വന്നിരുന്നു. എന്നാൽ അത് അങ്ങനല്ലെന്ന് ഡയറക്ടർ ജിത്തു ജോസഫ് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തു. പുള്ളിയുടെ കഥ തന്നെയാണ് അതും. ഈ ദൃശ്യം 3യുടെയും അതിന്റെ എല്ലാം ഒരേ തിരക്കഥ തന്നെയാണ്. അത് മാത്രമല്ല, ദൃശ്യം 3 ഒറിജിനൽ ഹിന്ദി, തെലുങ്ക് ഇതിന്റെ എല്ലാം റിലീസ് പ്ലാൻ ചെയ്യുന്നത് വരെ ഒരുമിച്ചാണ്. അപ്പോ ആ ഒരു സംശയം ക്ലിയർ ആയി. കഥയിൽ മാറ്റമൊന്നുമില്ല, ഇതും 3-in-1 പാക്ക് തന്നെയാണ്. അപ്പോ ദൃശ്യം 3 ഒക്ടോബറിൽ. കൂലി ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്ന രജനീകാന്ത് പടം ഓഗസ്റ്റ് 14-നാണ് പടം വേൾഡ് വൈഡായി റിലീസ് ആവാൻ പോകുന്നത്. ഇപ്പോ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കൂലി ഫസ്റ്റ് സിംഗിൾ ചിക്കിടു, ഈ പാട്ടിന്റെ എക്സ്റ്റൻഡഡ് വെർഷൻ നാളെ ഇറക്കി വിടാൻ പോവാണ്. ജനനായകൻ ദളപതി വിജയ് നായകനാക്കി വിനോദ് ഡയറക്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ പടം. ഈ പടത്തിനെ കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം ഗ്ലിംസ്. ചില അർജന്റായിട്ടുള്ള കാര്യങ്ങൾ കാരണം ജൂൺ 22-ന് ജനനായകൻ ഗ്ലിംസിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അതെന്തായാലും കാര്യമായി, കാരണം ഡീകോഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയ സീക്വൻഷ്യൽ വീഡിയോ എന്നുള്ളതല്ലാതെ അതിനപ്പുറമുള്ളതൊന്നും ആ വീഡിയോയിൽ ഇല്ല. ബർത്ത്ഡേ ആയിട്ട് ഫാൻസിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പടത്തിലൊരു ചെറിയ സീക്വൻഷ്യൽ കട്ട് അത്രേ ഉള്ളൂ. ബട്ട് ലുക്ക് കൊള്ളാം. പിന്നെ പോലീസുകാരുടെ താടി ആ ലോജിയൊക്കെ നോക്കിക്കൊണ്ട് പോയാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊരു പോലീസ് പടമൊന്നുമല്ല. നായകനൊരു പോലീസ് പരിവേഷം മാത്രമേ ഉള്ളൂ. ഇതൊരു വേറെ മാതിരി പടമാണ്. പടത്തിന്റെ കോർ പ്ലോട്ട് എന്ന് പറയുന്ന സംഭവം വേറെയാ. അതിൽ നായകനൊരു പോലീസ് ടാഗ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഇതൊരു കോപ്പ് സ്റ്റോറി ഒന്നുമല്ല. പിന്നെ ഈ ഗ്ലിംസ് കൂടി വന്ന സമയത്ത് ഏറെക്കുറെ കൺഫേം ആയ തരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഭഗവത് കേസരി. ജനനായകൻ ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെന്ന്. ഈ ഒരു കാര്യം ഇപ്പൊ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. ജനനായകൻ ഭഗവത് കേസരിയുടെ ഒരു പ്രോപ്പർ റീമേക്ക് ഒന്നും അല്ല എന്ന് വെച്ച് അതുമായിട്ട് ഒരു ബന്ധം ഇല്ലാതെ ഇല്ല. ഭഗവത് കേസരി സിനിമയിലെ 15 മുതൽ 20% വരെയുള്ള ഭാഗങ്ങൾ ജനനായകൻ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭഗവത് കേസരിയിലെ ചില സീക്വൻസ് അതേപോലെ നമുക്ക് ജനനായകനിൽ കാണാം. ഫോർ എക്സാമ്പിൾ കുരുവിയും ഛത്രപതിയൊക്കെ പോലെ. ഇങ്ങനെ ചില സീക്വൻസ് മാച്ചുകൾ ഉണ്ടെന്നല്ലാതെ ഒരേ കഥയിലെ റീമേക്ക് അല്ല. ഒരു മാസ് മസാല പടം എന്നുള്ള രീതിയിൽ നല്ലതുപോലെ എടുത്തു വെച്ചാൽ നല്ല പടം കിട്ടും. കിട്ടിയാൽ മതിയായിരുന്നു.